അസ്സലാമു അലൈക്കും. ക്യാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 6 പാനൽ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 6 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പേപ്പറിൽ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ 4ആയിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ലെങ്ത് വൈസായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് ആ ഫോൾഡ് ചെയ്തേക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് എത്രയാണോ നമ്മളുടെ ഷോൾഡർ, ആ ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു 7 ഇഞ്ച് ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 4 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴേക്ക് ഞാനിപ്പോൾ വരച്ചതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കണേ. 2 3 ഇഞ്ച് നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാം. എന്നിട്ട് അത്രയും നമ്മൾ നീളത്തിൽ ഇങ്ങനെ നീട്ടി വരയ്ക്കും. താഴെ എന്നിട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. ശേഷം നമ്മൾ എത്രയാണോ വിഡ്ത്ത് ആ വിഡ്ത്ത് കൂടെ മാർക്ക് ചെയ്യാം. ഫുൾ ലെങ്തിൻ്റെ കൂടെ നമുക്ക് വേണ്ട സീം അലവൻസ്, അതായത് നമുക്ക് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പാണ് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമ്മൾ ആ വിഡ്ത്ത് എത്രയാണോ മാർക്ക് ചെയ്തേക്കുന്നത് ആ വിഡ്ത്തുമായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി എടുക്കാം. അതായത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിയുടെ വിഡ്ത്ത് എത്രയാണോ ആ കംപ്ലീറ്റ് വിഡ്ത്ത്, ഇപ്പോൾ 4ആയിട്ട് നമുക്ക് മടക്കി എടുക്കുമ്പോൾ ആ തുണിക്ക് എത്രയാണോ വിഡ്ത്ത് കിട്ടുക അതിൻ്റെ ഹാഫ് നമുക്കവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തുണി അനുസരിച്ചിട്ടാണ് ആ വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഒരു 40 ഇഞ്ച് ഉള്ളൊരു തുണിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച് നമുക്ക് താഴെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് 4 ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ, ഫോൾഡഡ് അല്ല ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ വേണം. അത് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ കിട്ടുമല്ലോ. ആ 4 ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ തിരിച്ച് നമ്മൾ ഇതുപോലെ ആ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന പോർഷൻ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ആ ഒരു പോർഷൻ നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയില്ലേ, ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ തുണിയായിട്ട് നിങ്ങളത് സങ്കല്പിക്കണം കേട്ടോ. അപ്പോൾ ആ തുണി എടുത്ത് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതേ അളവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് വെച്ചിട്ട് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെയും ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇപ്പോൾ കുറച്ച് മുന്നേ കാണിച്ച പോലെ ആ തുണി സൈഡിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ, അതായത് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഈ സൈഡിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ അവിടെ ചെയ്തത് ഇപ്പോൾ ഹാഫ് അല്ലേ നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത്, അതുപോലെ അപ്പുറത്ത് ബാലൻസ് ഹാഫ് വരും. പക്ഷേ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും 2 സൈഡിൽ നമുക്ക് തയ്യൽ തുമ്പ് വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് ഷോൾഡർ 3.5 മാർക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ചേർത്ത്. ഇത് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ, നമ്മൾ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരണം. പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന തയ്യൽ തുമ്പുകൾ, അതായത് നമുക്ക് ഒരാളുടെ വണ്ണം അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന തയ്യൽ തുമ്പ് ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 ഓപ്പൺഡ് ആയിട്ടുള്ള തുണിയെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്തു. ആ ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യണുണ്ട്. പിന്നെ ചെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്യണുണ്ട്. പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യണുണ്ട്. പിന്നെ ബോഡി ഷേപ്പ് മാർക്ക് ചെയ്യണുണ്ട്. ബോഡി ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് എത്രയാണോ നമുക്ക് വിഡ്ത്ത് കിട്ടണത് ആ ഒരു ലെവലിൽ എത്രയാണോ വിഡ്ത്ത് കിട്ടണത് ആ ലെവൽ വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനിത് ഫസ്റ്റ് പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും തയ്ക്കാനുള്ളതാണെങ്കിൽ അത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആദ്യം ജസ്റ്റ് ഒന്ന് റഫായിട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കിയാൽ ആ മെഷർമെൻ്റ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത പോർഷനും ഓപ്പൺഡ് ആയിട്ടുള്ള പോർഷനും എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫിഗർ കിട്ടും. ഇപ്പോൾ അത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട ആ ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുത്തതിൻ്റെ 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഒരു മോഡൽ ഇതാണ്. ഇനി അതിൻ്റെ 2 ബാക്കും ഫ്രണ്ടും പോർഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ നെക്ക് പോർഷൻ, ബാക്കും ഫ്രണ്ടിലും നെക്ക് പോർഷനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ആ സെൻറ്റർ പോർഷനിലെ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യമേ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു പോർഷനും കൂടെ ഉണ്ട്, ഈ താഴത്തെ വശം. താഴെയായിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു കയറി ഇറങ്ങിയായിരിക്കും സൈഡായിട്ട്. അപ്പം നമ്മൾ മുകളിൽ നിന്ന് താഴെന്ന് 1.5 ഇഞ്ച് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ വരെ, അതായത് മെറ്റീരിയൽ ഇപ്പം നമ്മുടെ വിഡ്ത്തിൻ്റെ സെൻറ്റർ വരെ കണക്കാക്കി ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന രൂപം കേട്ടോ.
ഇനി നമ്മൾ മെറ്റീരിയലിൽ കട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ഞാനിങ്ങനെ മെറ്റീരിയൽ 4ആയിട്ട് ഞാൻ പേപ്പറിൽ കാണിച്ചതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. കറക്റ്റ് ചെയ്ത് മെറ്റീരിയൽ ഒന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് ലെവൽ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുവാണ്. ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഫോൾഡ് ചെയ്ത പോർഷനിലാണ്. ഫോൾഡ് ചെയ്ത പോർഷൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കിയിടുമ്പോൾ 2 ഫോൾഡ് ചെയ്ത പോർഷനാണ് കിട്ടുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ബോഡിയുടെ ലെങ്ത്ത് എനിക്കിപ്പോൾ എത്രയാണോ വേണ്ടത്, അതിപ്പോൾ 14 ഇഞ്ചാണ് ബോഡിയുടെ ലെങ്ത് എങ്കിൽ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് ബോഡിയുടെ ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യുവാണേ. അതിനുശേഷം ഞാൻ താഴോട്ട് ഫുൾ ലെങ്ത് എത്രയാണ്, അതായത് എനിക്ക് ചുരിദാറിന് വേണ്ട ലെങ്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാനുണ്ട്. വിഡ്ത്ത് വന്നിട്ട് മുകളിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 4 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ പോർഷൻ്റെ ഹാഫ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ച് വരെ നമുക്ക് താഴെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹാഫായിട്ട് അല്ലെങ്കിൽ 8 ഇഞ്ച് വരെ വേണമെങ്കിലും 8-9 ഇഞ്ച് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് തുണിക്ക് വീതി കിട്ടണത് അതനുസരിച്ച് അതിൻ്റെ 4/1 ഭാഗം എടുക്കാവുന്നതാണ്. പിന്നെ ഇനി അടുത്തത് ചെയ്തേക്കണം, അത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഓപ്പൺഡ് ആയിട്ടുള്ള പോർഷനാണ് എടുത്തിട്ടിരിക്കുന്നത്. അതിൻ്റെ ഈ മാർജിൻ വരുന്ന പോർഷനല്ല, നമ്മൾ ആ മാർജിൻ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മാർജിൻ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത ആദ്യത്തെ കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻ ഉണ്ടല്ലോ, അത് ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലിന് നമ്മൾ 4 പോർഷൻ ഓപ്പൺ ആയിട്ട് വരുന്ന പോർഷനിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് മെറ്റീരിയലിന് മേലെയായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ എടുത്തേക്കുന്ന തുണിയുടെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ അളവിൽ ഞാൻ മാർക്ക് ചെയ്യുവാണേ. ലെവലൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അതേ അളവിൽ മാർക്ക് ചെയ്യണുണ്ട്. സാധാരണ നമ്മൾ ചെസ്റ്റ് പോലെ ബോഡി ഷേപ്പ് ഇതൊക്കെ എത്രയാണോ എടുക്കുന്നത് ആ അളവിൻ്റെ കൂടെ നമ്മൾ പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തതിന് ശേഷം സാധാരണ എങ്ങനെയാണോ ചുരിദാറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്തിടുന്നത്. ബാക്കിയെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തെ വിഡ്ത്താണ് ഇനി മാർക്ക് ചെയ്യണത്. ഓപ്പൺഡ് പോർഷനിൽ വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിഡ്ത്ത് കൂടുതൽ കിട്ടും, കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് ചെയ്യാൻ പറ്റും വിഡ്ത്ത്. പക്ഷേ ഒരുപാട് വിഡ്ത്ത് കൂട്ടിയെടുക്കരുത് കേട്ടോ. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ചുരുങ്ങി കിടക്കും, അകത്തേക്ക് ഫോൾഡായി കിടക്കും തുണി വന്നിട്ട്. അപ്പം നമുക്ക് തുണി അനുസരിച്ചിട്ട് എത്രയാണോ അതിൻ്റെ വിഡ്ത്ത് കിട്ടുക അത് മാർക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ കൂടെ മോളും കൂടെ സംസാരിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ സോറി. ഇനി നമ്മൾ അതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺഡ് ആയിട്ടുള്ള അത്രയും പോർഷനും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് ഓപ്പൺ ആക്കി ഇടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത്. കണ്ടോ, സെൻറ്ററിലെ പോർഷൻ ഫോൾഡ് ചെയ്തേക്കുന്ന സെൻറ്ററിലെ പോർഷൻ. ഈ സമയത്ത് നമ്മൾ നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുമേ. നമുക്ക് വെട്ടാനുള്ളതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം അത് കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ 2 വശത്തേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നെക്ക് കവർ ചെയ്തിട്ടുണ്ട്, നെക്കിൻ്റെ പോർഷൻ ഞാൻ ക്ലിയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ 2 വശത്തെയും ഷോൾഡറിൽ നിന്ന് തന്നെ താഴോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് വരില്ല, നീളം എങ്ങനെ പോലും കയറി ഇറങ്ങിയായിട്ടിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. തോളിൽ നിന്ന് താഴേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യണ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തുണി വെട്ടാൻ എടുക്കുന്ന സമയത്തും ഒന്ന് അയൺ ചെയ്യണത് നല്ലതാണ്. ബാക്കും ഫ്രണ്ടും നന്നായിട്ട് കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നെക്കിൻ്റെ പോർഷനും എല്ലാം കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അളവ് കറക്റ്റ് ആണോ എന്നൊന്ന് റീചെക്ക് ചെയ്യുവാണ്. ആ സമയത്ത് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് കൂടുതലാണെങ്കിലോ, ഞാനൊരല്പം ഷോൾഡർ കൂട്ടിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, കാരണം അളവ് തെറ്റിപ്പോരുത് എന്നുള്ള ഉദ്ദേശത്തിൽ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പിന്നീടൊന്ന് റീഅറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഞാൻ ഇതുപോലെ പിൻ ചെയ്തിട്ടതിന് ശേഷം ബാക്കും ഫ്രണ്ടും കറക്റ്റ് ചെയ്ത് പിൻ ചെയ്തിട്ടിട്ട് ഇതുപോലെ തോളും എല്ലാം നീറ്റായിട്ട് നോക്കിയിട്ട് ഒരു സൈഡൊന്ന് ചരിച്ച് കട്ട് ചെയ്യണുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് ഒന്ന് കൈക്കുഴി കർവ് ചെയ്ത് കൊടുക്കണുണ്ട്. അതെല്ലാം ചെയ്തിട്ട് നമ്മുടെ അളവുമായിട്ട് കറക്റ്റ് ആണോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ തോള് തമ്മിൽ ജോയിൻറ്റ് ചെയ്യണതും. ഓക്കെ,
ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നൂല് പിഞ്ചി വരാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് കൈ പിടിപ്പിച്ച് കൊടുക്കാം. ഞാൻ കൈ പിടിപ്പിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ആ പാനൽ കട്ടിങ് എങ്ങനെയാണെന്ന് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ സൈഡിൽ ഒന്നെങ്കിൽ കൈ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സൈഡ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കൈ റൗണ്ട് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് ഇതുപോലെ കൈ എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ കൈയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഞാനിപ്പോൾ നൂത്തിട്ട് കാണിച്ചു തരുവാണ്. താഴത്തെ പോർഷൻ ഞാൻ ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട്, അതായത് രണ്ടായിട്ടൊന്ന് മടക്കിയിടുന്നു തുണിയെ. അതിനുശേഷം 1.5 ഇഞ്ച് ഞാൻ സൈഡ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡിൽ നിന്ന് ഇതിൻ്റെ കറക്റ്റ് താഴത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ ഹാഫ് വരെ മാർക്ക് ചെയ്തിട്ട് അവിടെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് ഒരു കർവ് വരെ നമ്മൾ ആ വിഡ്ത്തിനേക്കാളും കുറച്ചുകൂടെ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്തൊന്ന് ഒരു കർവ് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഫുൾ ലെങ്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു 2 ഇഞ്ച് 3 ഇഞ്ചോ 2 ഇഞ്ചെങ്കിലും ഒരു ഫുൾ ലെങ്തിനേക്കാളും കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. ബിഗിനേഴ്സിന് തെറ്റിപ്പോവില്ല. ഇതുപോലെ ലെവൽ ചെയ്തിട്ടതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് ആ കർവ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ താഴത്തെ പോർഷൻ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒന്ന് ഒരു ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം, എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒരു ഫോൾഡ് കൊടുക്കും. എന്നിട്ട് ഞാൻ താഴെ പോർഷനും ഇതുപോലെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അയൺ ചെയ്യുമ്പോൾ നല്ല നീറ്റാവും. അയൺ ചെയ്യാത്ത പോർഷനും അയൺ ചെയ്ത പോർഷനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാനൽ കട്ടിങ്ങിലുള്ള ചുരിദാറെന്നോ ഗൗണെന്നോ ഒക്കെ പറയാം. അത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഗൗണായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്